സ്വർഗം നേടാനും നമുക്ക് തൗഫീഖ് തരട്ടെ. ഇമാമുനാ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ ആലിം ഖുറൈശ് യംലഉ തിബാഖൽ അർളി ഇൽമാ. ഭൂമി നിറയെ ഇമാം ശാഫിഈയുടെ ഇൽമു നിറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചനം നടത്തിയതാണ്. ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇൽമിലും തഖ്വയിലും എല്ലാ ഗുണവിശേഷണങ്ങളിലും ഔന്നിത്യം നേടാനുള്ള അടിസ്ഥാന കാരണമെന്താണ്? മഹബ്ബത്തു റസൂലില്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിയായ ഹുബ്ബാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ വാപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന്, അവിടുത്തെ കൂട്ടുകുടുംബാദികളിൽ നിന്ന്, അവിടുത്തെ പരിസരങ്ങളിൽ നിന്ന്, എല്ലാവരിൽ നിന്നും കേട്ടു പരിചയിച്ച നേതാവ് മുത്തുനബിയാണ്. ഉമ്മമാരെ, തൊട്ടിലയിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് താരാട്ടു പാടാറില്ലേ? മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പാടണേ. ഹബീബായ തങ്ങളെ ബഹുമാനം, അവിടുത്തെ മഹബ്ബത്ത്, അവിടുത്തെ മദ്ഹ് ചെറിയ പിഞ്ചു കുരുന്നു മക്കൾക്ക് ചെറുപ്പത്തിലെ കേൾപ്പിച്ചു കൊടുക്കണേ. അങ്ങനെയാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വളർന്നത്. 10ാമത്തെ വയസ്സെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ദിവസം കിടന്നുറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, സ്വലാത്ത് ചൊല്ലിയിട്ടാണ് കിടന്നുറങ്ങിയത്, ദിക്റ് ചൊല്ലിയിട്ടാണ് കിടന്നുറങ്ങിയത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് നിറഞ്ഞ ഖൽബുമായിട്ടാണ് അന്ന് കിടന്നുറങ്ങിയത്. ആ ഉറക്കത്തിൽ വരുന്നു സയ്യിദുൽ മുർസലീൻ, ഇമാമുൽ മുത്തഖീൻ, ഷഫീഉൽ മുദ്നിബീൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മൻ അൻത? മുത്തുനബി വന്നിട്ട് ഒന്നാമതായി ചോദിക്കുന്നു, മോനെ നിങ്ങളാരാണ്? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളാകുന്ന 10 വയസ്സുകാരൻ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ മറുപടി കൊടുത്തത്, അന മിൻ റഹ്തിക യാ റസൂലല്ലാഹ്, ഞാൻ അവിടുത്തെ ആളാണ് തങ്ങളെ, ഞാൻ അവിടുത്തെ മോനാണ് നബിയേ, ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്ന പിഞ്ചുബാലനാണ് ഹബീബേ. ഇങ്ങനെ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ശിശുവായിരിക്കുമ്പോൾ ശൈശവകാലത്ത് 10ാം വയസ്സിൽ സാധിക്കാൻ മാത്രം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ തങ്ങളുടെ ഉമ്മ ആ പൊന്നുമോന് മഹബ്ബത്ത് പകർന്നു കൊടുത്തില്ലേ? അവിടുത്തെ പ്രിയപ്പെട്ട കുടുംബാദികളും പരിസരത്തിലുമുള്ള ആളുകളൊക്കെ സ്വാലിഹീങ്ങളായതുകൊണ്ട് ഹബീബായ തങ്ങളെ അറിയാൻ കഴിഞ്ഞല്ലോ. ഉടനെ മറുപടി കൊടുത്തു, അന മിൻ റഹ്തിക യാ റസൂലല്ലാഹ്, ഞാൻ സുന്നിയാണ് നബിയേ,
ഞാൻ അവിടുത്തെ സ്നേഹിയാണ് തങ്ങളെ, ഞാൻ അവിടുത്തെ സ്വലാത്ത് ചൊല്ലുന്ന ആളാണ് നബിയെ, ഞാൻ അവിടുന്ന് ഏറ്റെടുക്കേണ്ട ആളാണ് നബിയേ. സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. ഉദ്നു മിന്നീ, എന്റെ മോനാണെങ്കിൽ അടുത്തേക്ക് വന്നോ മോനെ. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് അങ്ങ് അടിവെച്ച് അതബോടെ അങ്ങ് നടന്നു നീങ്ങി. ഇഫ്തഹ് അവിടുത്തെ വാ ഒന്ന് തുറന്നോ മോനെ. യാ ബുനയ്യ ഇഫ്തഹ് പൊന്നുമോനെ, കുഞ്ഞുമോനെ, വാ തുറന്നു. ഒരുപാട് മുഹിബ്ബീങ്ങളോട് ഹബീബായ തങ്ങൾ വാ തുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അവർക്കൊക്കെ ഹബീബായ തങ്ങൾ അവിടുത്തെ ആസാറ് തുപ്പിക്കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ സ്വാലിഹീങ്ങളായി മാറിയിട്ടുണ്ട്. അല്ലാഹ്, ഞങ്ങൾക്കും നിന്നിൽ തന്നെ ആഗ്രഹിക്കാനുള്ളതും ആവശ്യപ്പെടാനുള്ളതും നിന്റെ ഹബീബായ തങ്ങളൊരു നോട്ടം ലഭിക്കലാണ്. അവിടുത്തെ റീഖുൽ മുബാറക ഞങ്ങൾക്കൊരുപാട് തവണകളിൽ ഒന്ന് ലഭിക്കണം. അങ്ങനെ ആരിക്കങ്ങ് ലഭിച്ചാൽ പിന്നെ നരകത്തിൽ കടക്കില്ലല്ലോ, പിന്നെ ഖബറിൽ പരാജയമില്ലല്ലോ, പിന്നെ ഞങ്ങൾക്ക് ദുനിയാവും ആഖിറവും മധുരമാണല്ലോ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അരികിലേക്ക് വരാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്. ശാഫിഈ ഇമാം ചെന്നപ്പോ വാ തുറക്കാൻ പറയാണ്. വാ ഒന്ന് തുറന്നു കൊടുത്തപ്പോൾ ഫബസക ഫീ ഫമിഹി, ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ശാഫിഈ തങ്ങളെ വായിലങ്ങ് തുപ്പിക്കൊടുക്കുന്നു. ഇംലി ബാറക്കല്ലാഹു ഫീക്, മുനപ്പിക്കോ, ഇതോടുകൂടി അല്ലാഹ് നിനക്ക് ബറക്കത്ത് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ധൈര്യമായി പൊയ്ക്കോ മോനെ. ഇമാമുനാ മുഹമ്മദ് ബിനു ഇദ്രീസ് ശാഫിഈ. ഉമ്മമാരെ, അർറുയത്തു സ്വാലിഹ വല്ലാത്ത സൗഭാഗ്യമുള്ള ഒരു ദർശനമാണ് ഹബീബായ തങ്ങളെ കാണാൻ സാധിക്കുക എന്നത്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുത്ത സർവർക്കും മുത്തിനെ കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മഹത്വത്തിന്റെ ഉടമയായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം അവിടുത്തെ ശിഷ്യന്മാരെ കിനാവിൽ കണ്ടപ്പോൾ ചോദിച്ചു, കൈഫ ഫഅലല്ലാഹു ബിക മാ ഫഅലല്ലാഹു ബിക. ഓ ഉസ്താദേ, എന്താണ് അല്ലാഹുവിൽ നിന്ന് ലഭിച്ചത്? ശാഫിഈ ഇമാം പറഞ്ഞു, മക്കളെ, ഇവിടെ പരമസുഖമാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ശിഷ്യര് ചോദിച്ചു, എന്തുകൊണ്ടാണ്? വഅള് പറഞ്ഞിട്ടുണ്ട്, കിതാബ് എഴുതിയിട്ടുണ്ട്, ദർസ് നടത്തിയിട്ടുണ്ട്, ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, ദിക്റ് ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് അമല് ചെയ്തിട്ടുണ്ട്
ഉണ്ടല്ലോ. എന്താണ് അല്ലാഹുവിങ്കലിൽ നിന്ന് വലിയ പദവി ലഭിക്കാനും വലിയ സൽക്കാരം ലഭിക്കാനും കാരണമായി തീർന്നത്? സുബ്ഹാനല്ലാഹ്. ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മോനെ, ഞാൻ രചിച്ച കിതാബുൽ ഉമ്മില് ഞാനൊരു സ്വലാത്ത് മുത്തുനബിയുടെ പേരിൽ എഴുതിയിട്ടുണ്ട്. ഹബീബായ തങ്ങളെ പേരിലുള്ള സ്വലാത്ത് എന്റെ കിതാബിൽ എഴുതിയത് കാരണം എനിക്ക് റബ്ബ് വലിയ സൽക്കാരം തന്നു, അവന്റെ റഹ്മത്ത് തന്നു സന്തോഷിപ്പിച്ചു. മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ